വന്ദരായ നമ്മുടെ സയ്യിദ് തുറാബ് തങ്ങള് നമ്മോട് ചെറിയ വാക്കുകളിൽ സംവദിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി वसल्लम. बरेली शरीफ से तशरीफ लाए हुए मेहमान खुसूसी उलमा किराम, असातिज़े किराम और मेरे भाइयों बहनों, अजीज दोस्तों, साथियों, अल्लाह सुब्हानहु व तआला फजल करम से हम एक बाबरकत महफिल में जमा हुआ है। अल्लाह सुब्हानहु व तआला हमारी इस निशस्त को कबूल फरमाए और इसे आखिरत में हमारे लिए नफा बख्श नेक अमल बनाए। हजरात, इस वक्त मैं याद करना चाहता हूँ, दुआ करना चाहता हूँ उन लोगों के लिए हमारे ये अजीम इदारा दारुन नजात एजुकेशनल इंस्टीट्यूशन, एजुकेशनल सेंटर ने इल्म की रोशनी फैलाने में अहम किरदार अदा किया है। मैं सोचता हूँ ये इंस्टीट्यूशन, ये अजीम इदारा यहाँ के लोगों के लिए, इस गाँव के लिए अल्लाह की तरफ से एक तोहफा है। बिलखुसूस उनके लिए हमारे उस्ताद अब्दुल कादिर सकाफी चिनाला, उनके साथ जो काम किए, ताउन किए, मदद किए, अल्लाह सुब्हानहु व तआला तमाम भाइयों बहनों को खुश सुकून तरक्की अता फरमाए और यहाँ के असातिज़ा और इधर तालिब इल्मों, पढ़ने वाले तालिब इल्मों को सबके लिए अल्लाह सुब्हानहु व तआला सारे नेमत, बरकत, रहमत अता फरमाए। ബഹുമാനികളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ സ്ഥാപനം തുടക്കം കുറിച്ച് 16 വർഷം പിന്നിടുകയാണ്. ഈ വർഷവും നിരവധി ആളുകളാണ് പഠനം പൂർത്തിയാക്കി പ്രബോധന പാഥേയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. എനിക്ക് ഈ പ്രാവശ്യം ഇവിടെ നിന്ന് സനദ് കരസ്ഥമാക്കി ഇറങ്ങുന്ന റസ്വിമാരോട് പറയാനുള്ളത്, നിങ്ങൾ അല്ലാഹുവിനെ എത്ര ശുക്ർ ചെയ്താലും മതിയാകില്ല. കാര്യം, നിങ്ങൾക്ക് ഇവിടുത്തെ ഉസ്താദുമാര് സനദ് കൈമാറി ഇജാസത്ത് കൊടുക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹബീബിനോട് ബന്ധിക്കുന്ന ആ ഒരു കണ്ണി, പരമ്പരയുടെ കണ്ണിയിൽ അവർ നിങ്ങളെ ചേർക്കുകയാണ്. റസ്വി എന്നല്ല, സഖാഫി ആയാലും ദാരിമി ആയാലും ഏതൊരു ബിരുദമായിരുന്നാൽ പോലും ആ ഒരു കണ്ണിയിൽ ഭാഗവക്കാകുക, ഉൾപ്പെടുക എന്നുള്ളത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള മഹത്തായ തൗഫീഖാണ്. എത്ര ശുക്ർ ചെയ്താലും ഹംദ് ചെയ്താലും മതിയാവില്ലല്ലോ. കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, വിശ്വാസത്തിനും മറ്റും മൂല്യം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധം, നമ്മുടെ ഓരോ അമലും പൂർണ്ണമാകുന്നത് ഇത്തിബാഅ് കൊണ്ടും സുന്നത്ത് കൊണ്ടുമാണല്ലോ. ആയതിനാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധം, അവിടുത്തോടുള്ള മഹബ്ബത്ത് ആണ് നമ്മുടെ എല്ലാ അമലുകൾക്കും മാറ്റിക്കൂട്ടുന്നത്. ഈ അവസരത്തിൽ മഹാനായ ഉമർ ഖാലി റഹിമഹുള്ള പാടിയത് ഞാൻ ഓർക്കുകയാണ്. ഹബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുനൽ അമൽ. ഹബീബിനെ സംബന്ധിച്ച് പാടിപ്പുകഴ്ത്തുക, മദ്ഹ് പറയുക, അപദാനങ്ങൾ വാഴ്ത്തുക എന്നുള്ളത് സൽപ്രവൃത്തിയാണ്. അത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും. അതുകൊണ്ട് തന്നെ ഇമാമുകൾ മുഴുവനും, മഹത്തുക്കൾ മുഴുവനും വിജയം കണ്ടെത്തിയത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന ശാഫിഈ റഹിമഹുള്ള വഫാത്തായപ്പോൾ അവിടുത്തെ ശിഷ്യരിൽ ഒരാൾ സ്വപ്നത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിക്കുകയുണ്ടായി. ചോദിച്ചു, അങ്ങയുടെ സമുദായത്തിലെ പ്രധാനിയാണല്ലോ ഇമാം ഷാഫിഈക്ക് വേണ്ടി അങ്ങ് എന്താണ് കരുതിയിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം ഷാഫിഈക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അനുമതി ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു അനുമതി ലഭിക്കുവാൻ, ആ ഒരു സ്ഥാനം, ബഹുമാനം ലഭിക്കുവാനുള്ള ഹേതു എന്തെന്ന് അന്വേഷിച്ചപ്പോൾ, തിരക്കിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം ഷാഫിഈ അവിടുത്തെ കിതാബ് റിസാല എന്ന കിതാബിന്റെ തുടക്കത്തിൽ കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലുൻ എന്ന സ്വലാത്ത് ചേർത്തിട്ടുണ്ട്. ആ സ്വലാത്തിന്റെ ബഹുമാനം എന്നോണമാണ് ഷാഫിഈക്ക്
ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അനുമതി ലഭിച്ചത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാഫി ഇമാമും നേടിയെടുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തീർച്ചയായും ഇവിടെ ഓർക്കേണ്ടത് തന്നെയാണ് ഇമാം അഹ്മദ് റളാ ഖാൻ അൽ ബറേൽവി മഹാനവറുകളുടെ ഹദായിഖ് ബഖ്ഷിഷ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലെ അതിമനോഹരമായ വരികളാണ്. ഉറുദു കവിതകളൊക്കെ എത്ര സുന്ദരമാണെന്നറിയോ? ആ ഗ്രന്ഥത്തിലെ എന്നെ ഏറെ ആകർഷിച്ച ഒരു വരിയാണ്, ഹാജിയോ ആവോ ഷഹിൻഷാ കാ റോസാ ദേക്കോ കഅബാ തോ ദേഖ് ചുകേ കഅബാ കാ കഅബാ ദേക്കോ. ഹാജിമാരെ മദീനയിലേക്ക് വരൂ, മദീനയിലേക്ക് വന്ന് റൗളത്തു ഷരീഫ് സന്ദർശിക്കൂ, കഅബ കണ്ട് കഅബന്റെ കഅബയെ സന്ദർശിക്കൂ എന്ന് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബ കെ കഅബ കഅബ തോ ദേഖ് ചുകേ കഅബ കെ കഅബ ദേഖോ. മഹാനായ ഓക്കെ ഉസ്താദ് അവറുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച പരാമർശത്തിൽ അത് ഖിബ്ലത്തുൽ ഖിബ്ല, അത് ഖിബ്ലന്റെ ഖിബ്ലയാണെന്നാണ് ഹബീബിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നത്. കാര്യം നമുക്ക് വിശുദ്ധ കഅബ ഖിബ്ലയായി കിട്ടുവാനുള്ള കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലത്ത് മുസ്ലിം ലോകം വിശുദ്ധ മസ്ജിദുൽ അഖ്സ കൊള്ള തിരിഞ്ഞുകൊണ്ടായിരുന്നല്ലോ നിസ്കരിച്ചിരുന്നത്. പക്ഷെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ആഗ്രഹിച്ചു വിശുദ്ധ കഅബ ഒന്ന് ഖിബ്ലയായി കിട്ടുവാൻ. അതുകൊണ്ട് തന്നെ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ, ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ ആകാശത്തേക്ക് നോക്കുമായിരുന്നു. അങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹബീബേ ഫഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളഹാ. അവിടുത്തെ താല്പര്യം കണക്കിലെടുത്ത് ഹബീബിന്റെ ഇഷ്ടം പരിഗണിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹത്തെ പരിഗണിച്ച് നാം വിശുദ്ധ കഅബ ഖിബ്ലയായി ആക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഹബീബിന്റെ താല്പര്യമാണ്. നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാനുണ്ടോ എല്ലാം ഹബീബിലൂടെ സാധ്യമാണ് ഈ ഒരു ലോകത്തും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, റസ്വി ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ്. തനിക്ക് എല്ലാം ലഭിച്ചു, നേടി, പൂർത്തിയായി എന്ന് കരുതാതെ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇപ്പൊ ലൈസൻസ് എടുക്കണം, റോട്ടിലേക്ക് വണ്ടി ഇറക്കാൻ ലൈസൻസ് വേണമല്ലോ. തീർച്ചയായിട്ടും ആ ലൈസൻസ് ഉണ്ട് എന്നത് കൊണ്ട് നിങ്ങൾ നല്ലൊരു ഡ്രൈവർ ആകുന്നില്ല, വണ്ടി ഓടിച്ച് പരിചയം വേണം. എന്നതുപോലെ ഈ ഒരു ബിരുദമുണ്ട് എന്ന കാരണത്താൽ നമുക്ക് നന്നായി ശോഭിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന നോളജ്, എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഇതൊരു തുടക്കം, ട്രാക്കിലേക്കുള്ള ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങളെ തള്ളിവിട്ടു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ മിടുക്കനുസരിച്ചിരിക്കും. അത് നമ്മളുടെ പ്രിപ്പറേഷൻ ബേസ് ചെയ്തിട്ടാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഖൈറും ബറകത്തും നിഅമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടുന്നു. അൽഹംദുലില്ലാഹ്.